അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് മുന്നിൽ തലകുനിക്കാതെ റഷ്യയും ഇറാനും നയതന്ത്ര ശ്രമങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയും യുക്രൈനും വീണ്ടും യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ധാരണാപത്രത്തിലെ സമാധാനപരമായ നിബന്ധനകളെ അട്ടിമറിച്ചതാണ് നിലവിലെ പിരിമുറുക്കങ്ങൾക്ക് കാരണം. ഇറാന്റെ എണ്ണ വ്യാപാരത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ ഭാഗികമായി ലഘൂകരിച്ചെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളെ സ്വാധീനിച്ച് ഇറാന്റെ അന്താരാഷ്ട്ര ഇടപാടുകൾ അമേരിക്ക മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ്. കൂടാതെ ആണവ കരാറിലെ വ്യവസ്ഥകളുടെ പേര് പറഞ്ഞ് ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നതുമില്ല. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന അമേരിക്കയുടെ ഈ കുതന്ത്രമാണ് മേഖലയിലെ സമാധാനം കെടുത്തുന്നത്. മറുഭാഗത്ത് യൂറോപ്പിൽ റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ അവഗണിച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിന്റെ സഹായത്തോടെ റഷ്യൻ അതിർത്തികളിൽ അശാന്തി വിതയ്ക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത്. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും തന്ത്രപരമായ തുറമുഖങ്ങൾക്കും നേരെ യുക്രൈൻ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിന് തെളിവാണ്. സമാധാനപരമായ ചർച്ചകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എപ്പോഴും വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ റഷ്യ നിർബന്ധരാക്കുകയാണ് ചെയ്യുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നും അടുത്തൊരു പരിഹാരം ഉണ്ടാകുമെന്നും ജൂലൈ 6-ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് തൊട്ടു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ യുക്രൈൻ നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചകൾ നടക്കുമ്പോഴും യുക്രൈനിൽ നിന്നും റഷ്യൻ അതിർത്തികളിലേക്ക് നിരന്തരമായ ഉത്തേജനങ്ങൾ നൽകാനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശ്രമിച്ചത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ കൈക്കലാക്കുക മാത്രമാണ് യുക്രൈന്റെ ലക്ഷ്യം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പരമപ്രധാനമാണ്. ഈ പ്രദേശങ്ങളിൽ വർഷങ്ങളായി തുടരുന്ന അടിച്ചമർത്തലുകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ റഷ്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ്. നിലവിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ റഷ്യ ഉപദേശിച്ച പാശ്ചാത്യ അനുകൂല നിലപാടുകളെ പുടിൻ തള്ളിക്കളഞ്ഞത് അതുകൊണ്ടാണ്. ഡോൺബാസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ കഴിയൂവെന്ന് റഷ്യ വ്യക്തമായി വിശ്വസിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. സമാധാനപരമായ ഏതു ചർച്ചകൾക്കും റഷ്യ എപ്പോഴും തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തമായി പ്രവർത്തിക്കാനും പ്രത്യേക സൈനിക നടപടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും റഷ്യൻ സൈന്യത്തിന് മതിയായ ശേഷിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാശ്ചാത്യ ശക്തികളുടെ യാതൊരുവിധ ഭീഷണികൾക്കും റഷ്യ വഴങ്ങില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണിത്. ഈ രണ്ട് യുദ്ധങ്ങളും കേവലം പ്രാദേശികമായ തർക്കങ്ങളല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വലിച്ചു നീട്ടപ്പെട്ടവയാണ്. ഇറാൻ യുദ്ധത്തിൽ തങ്ങളുടെ നാറ്റോ സഖ്യകക്ഷികൾ വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നത് ഇതിന്റെ തെളിവാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യക്കെതിരെ തിരിച്ചുവിട്ട് സ്വന്തം ആയുധ കച്ചവടം കൊഴിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ നാറ്റോ അതിർത്തികളിൽ വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഈ സാഹചര്യങ്ങൾ കൂടുതൽ ബാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ആരംഭിച്ച പുതിയ സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.